ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്, അതിൽ നിങ്ങൾ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആണ് ചെയ്യാനുള്ളത്, അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനായി ഞാൻ സ്ഥിരമുള്ള പോലെ 2 പൈൽ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പൈ, സെക്കൻഡ് പൈ. നല്ലപോലെ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ള പൈൽ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് ഈ പൈലാണ്. ഓക്കെ, എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ? ഏഞ്ചൽസ് പ്ലീസ് ഗൈഡൻസ്. എന്തൊക്കെ ഇമ്പ്രൂവ്മെൻ്റാണ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കാനുള്ളത്, അതാണ് പറയുന്നത്. ഓക്കെ, സിറ്റുവേഷൻ എന്തൊക്കെ സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. Big happy changes. ഓക്കെ, അപ്പോൾ കാർഡ്സ് എന്തായാലും എല്ലാവർക്കും വിസിബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്യുന്നവർക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലവർക്ക് എന്തെങ്കിലും കരിയറുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പുതിയ ജോബിലേക്ക് കയറാനായിട്ട് കാത്തു നിൽക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ ആ ജോലിയിൽ കയറണോ വേണ്ടയോ, അതോ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എനിക്കിനി വരുമായിരിക്കും എന്നാലോചിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നവരായിരിക്കും. ചിലപ്പോൾ ചിലവരൊക്കെ ഇതിൽ എബ്രോഡ് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരായിരിക്കും. അടുത്ത ഏത് കരിയർ ഓപ്ഷൻ, ചിലപ്പോൾ ചിലർക്ക് ചോയ്സ് കാണുമായിരിക്കും, ഏത് ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത് എന്നറിയത്തില്ല. അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേജ്. ഞാനിതിൽ കുറച്ചും കൂടെ മുന്നിട്ട് കാണുന്നത് കരിയറാണ്. അപ്പോൾ ഇതിൽ ഏഞ്ചൽസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബെറ്റർ ആയിട്ടുള്ളതൊന്ന് തന്നെയാണ്, നല്ലൊരു ഓപ്ഷനാണ്. അത് നിങ്ങൾക്ക് ഭാവിയിൽ നല്ല ചേഞ്ചസ് ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഉള്ളൊരു ഓപ്ഷനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ നെക്സ്റ്റ് ഒരു നിയർ ഫ്യൂച്ചറിൽ തന്നെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തത്, അത് ഇതിനേക്കാളും ബെറ്റർ അതായിരുന്നു എന്ന് നിങ്ങൾ അതിശയിച്ച് പോകുന്ന തരത്തിലുള്ള ഒരു വലിയ ഓപ്ഷനാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുതരുന്നത്. അതും നിയർ ഫ്യൂച്ചർ. നിങ്ങളിപ്പോൾ ആകുലപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ കയറിപ്പോകുന്ന ഫ്യൂച്ചറിൽ, അല്ലെങ്കിൽ കയറിപ്പോകുന്ന എന്ത് കാര്യത്തിനായാലും, ചിലവർക്ക് വീട് വയ്ക്കുന്നതായിരിക്കും, ചിലവർക്ക് എന്തെങ്കിലും പണമിടപാടായിരിക്കും, ചിലർക്ക് വസ്തുവായിട്ട് റിലേറ്റ് ചെയ്തതായിരിക്കും. എല്ലാത്തിലും ഒരു തടസ്സം കാണുന്നുണ്ട്. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, ഇതെന്ത് പറ്റി ഇങ്ങനെ തടസ്സം കാണിക്കുന്നതെന്ന് വെച്ച് നിങ്ങൾ വല്ലാതെ ആകുലപ്പെട്ടിരിക്കുന്നതായിരിക്കും. നിങ്ങളുടെ എനർജി പോലും ആ കാര്യത്തിൽ വല്ലാതെ ഡ്രെയിൻ ചെയ്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ അതൊക്കെ മാറുന്നതാണ്. അതൊക്കെ മാറിയിട്ട് നിങ്ങളുടെ അടുത്ത് വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ വളരെ നല്ലൊരു ചേഞ്ചസാണ് ഇവിടെ കാണാൻ പോകുന്നത്. വളരെ ബെറ്റർ ആയിട്ടുള്ള, അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ചോയ്സിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കരിയറിൽ കയറാൻ പറ്റിയില്ല, ഈ അടുത്ത് കിട്ടാത്ത ഒരു കരിയറിലാണെങ്കിൽ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ട് ഇതിൽ കിട്ടും എന്ന് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്ന കരിയർ കിട്ടാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അതിൽ നിന്നും നല്ല എത്രയോ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇനി അടുത്ത ഫ്യൂച്ചറിൽ വരാനായിട്ട് പോകുന്നത്. അത്രയും നല്ലൊരു ഓപ്ഷനാണ് ഏഞ്ചൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അത് നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഏഞ്ചൽസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്നായിട്ട് പ്രാർത്ഥിക്കാൻ, നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. നമ്മുടെ മൈൻഡ് കൂളാക്കി കാമാക്കി വയ്ക്കുക എന്ന് മാത്രമോട് പറയും. നിങ്ങൾ ഒരുപാട് പേര് ഇത് കാണുന്നവർ വലുതായി ടെൻഷൻ അടിക്കുന്നുണ്ട്. ടെൻഷൻ അടിക്കുന്ന ഒരു ആവശ്യമില്ലെന്ന് ഏഞ്ചൽസോട് എടുത്ത് പറയുന്നുണ്ട്. നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. യോഗ ചെയ്യുന്നവരാണെങ്കിൽ നന്നായിട്ട് യോഗ ചെയ്യുക. അല്ലാതെ നന്നായിട്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറമായിട്ടുള്ള ഒരുപാട് നല്ല ഹാപ്പി ആയിട്ടുള്ള ചേഞ്ചസ്. ചിലർക്ക് കല്യാണത്തിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കാണെങ്കിൽ ആഗ്രഹിക്കുന്ന കല്യാണം നടക്കാനായിട്ടുള്ള ചാൻസ് ഒരുപാട് കാണുന്നുണ്ട്. നല്ലൊരു കരിയർ ചൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ളൊരു കരിയർ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഏകദേശം കുറേ ലാഗും കാര്യമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് സമയം അതിൻ്റേതായിട്ടാണ്. പക്ഷേ
പക്ഷേ ഇനി വരാൻ പോകുന്നത് വിത്തിൻ ഒരു കുറച്ച് ഫ്യൂ മന്ത്സിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ഒരുപാട് നല്ല ഓപ്ഷൻസ് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇത്രയും നല്ലത് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് ഇത്രയും തടസ്സം വന്നത്, അല്ലെങ്കിൽ എന്നെ ഇത്രയായിട്ട് വേദനിപ്പിച്ചത്, എന്നെ അലക്ട് ചെയ്ത് ഒരുപാട് ഉറക്കമില്ലാത്ത രാത്രി തന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ച് പോകുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരും. ഇപ്പോൾ നിങ്ങൾ ചിലവരൊക്കെ ദൈവങ്ങളെപ്പോലും കുറ്റപ്പെടുത്തിയിട്ട് ഒന്നുമില്ല എന്ന് തോന്നി വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരു സ്റ്റേജിൽ അങ്ങ് അറ്റം ചെന്ന് നിൽക്കുന്നവരായിരിക്കും. പക്ഷേ ഒരു 2-3 മാസം കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ഏഞ്ചൽസിനോട് നന്ദി പറയും, ഈ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്നെ ഇങ്ങനെ എത്ര വേദനിപ്പിച്ചതെന്ന്. അത്രയ്ക്ക് നല്ലൊരു ചേഞ്ചസാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഒന്നും കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല കാർഡ്സ് തന്നെയാണ് എല്ലാം വീഴുന്നേക്കുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പൈലുള്ള റീഡിങ്. ഇപ്പോൾ നമുക്ക് സെക്കൻഡ് പൈലേക്ക്. ഇതാണ് സെക്കൻഡ് പൈൽ എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും സെക്കൻഡ് പൈൽ റീഡിങ്ങിലേക്ക് വരാം. ഇതാണ് സെക്കൻഡ് പൈൽ എന്ന് പറയുന്നൊരു ബ്ലൂ സ്റ്റോൺ. അപ്പോൾ നമുക്ക് എന്തായാലും റീഡിങ് നോക്കാം. നിങ്ങളിപ്പോൾ എന്തൊക്കെ സിറ്റുവേഷനിലാണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് ഏഞ്ചൽസിനോട് നമുക്ക് ചോദിക്കാം. ഓക്കെ, നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവരുടെ റീഡിങ്സ് നോക്കാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പൈൽ വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ കൂടുതൽ കാണുന്നത് റിലേഷൻഷിപ്പുമായിട്ട് ബേസ് ചെയ്താണ്. ചിലവരൊക്കെ എന്തെങ്കിലും ചെറിയ പിണക്കത്തിലായിരിക്കും നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വാക്ക് തർക്കത്തിൻ്റെ പേരിലോ ചെറിയ ചെറിയ വഴക്കിൻ്റെ പേരിലൊക്കെ മാറി നിൽക്കുന്നവരായിരിക്കും. ഫോർഗീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷേ എങ്കിലൊരു വാശിപ്പുറത്ത്. ഈ കൂട്ടത്തിൽ ആരൊക്കെ ഒരാൾക്കെങ്കിലും ഈഗോ ഉള്ളത് ഉറപ്പാണ്. എന്നാൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സുകൊണ്ട് ഒരുപാട് സ്നേഹമുള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട്. എന്നാൽ നല്ലൊരു തരം റിലേഷൻഷിപ്പുമാണ്. അങ്ങനെയാണ് ഞാനിവിടെ കാണുന്നത്. അപ്പോൾ ഇതിൽ റിലേഷൻഷിപ്പ് ബേസ് നോക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ അവിടെ ഒരു ഈഗോ വെച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകണമെങ്കിൽ ഒരാളെങ്കിലും താഴ്ന്നു കൊടുക്കണം. അത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ മാത്രം, നല്ല എന്തെങ്കിലും ഒരു കാര്യത്തിനാണെങ്കിൽ മാത്രം. അതുകൊണ്ട് തന്നെ ചെറിയ എന്തെങ്കിലും വാക്ക് തർക്കമാണെങ്കിൽ മാക്സിമം പറഞ്ഞ് തീർക്കുക, അല്ലെങ്കിൽ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യുക, അതിന് വേണ്ട ആക്ഷൻ എടുക്കുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അയാളെ വിട്ട് കൊടുക്കരുതെന്നാണ് എന്നെയാണ് ഏഞ്ചൽസ് പറയുന്നത്. നന്നായിട്ട് ആ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുക, നല്ലപോലെ ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പലരുടെയും പല റിലേഷൻഷിപ്പിൽ പറ്റുന്ന പ്രശ്നം അത് തന്നെയാണ്, ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് പോലെ ഒന്ന് കേൾക്കാൻ നിൽക്കാതെ തകർന്നു പോകുന്ന പല റിലേഷൻസ് കാണും. ഇപ്പോൾ ഏഞ്ചൽസ് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തമ്മിൽ ഒരുപാട് സ്നേഹമുണ്ട്, പക്ഷെ പറഞ്ഞു തീർക്കാനുള്ള കാര്യം നിങ്ങൾ പറഞ്ഞു തീർക്കുന്നില്ല, അല്ലെങ്കിൽ വെറുതെ ചെറിയ ചെറിയ ഡൗട്ട് വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കോംപ്രമൈസ് ചെയ്യുന്ന കാര്യമാണ് കോംപ്രമൈസ് ചെയ്യുക. രണ്ടുപേരും ഒരുപോലെ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുകയെന്ന് ചെയ്യണം. എങ്കിൽ മാത്രമേ റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകത്തുള്ളൂ. റിലേഷൻഷിപ്പ് അത് ഇപ്പോൾ ഇതുവരെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത്, ഇനി ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് എത്തുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് വളരെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര പാഷനേറ്റുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ചിലപ്പോൾ ഇങ്ങനെയുള്ള എനിക്ക് തോന്നുന്നു, എനിക്ക് കാർഡ്സ് കണ്ടപ്പോൾ തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിലേഷൻഷിപ്പിൽ നിൽക്കുന്നവരാണെങ്കിൽ, നല്ല കപ്പിൾസ് ആണെങ്കിൽ, ലവേഴ്സ് ആണെങ്കിൽ അവർ തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് ഒരുപാട് അബണ്ടൻസ് വന്ന് ചേരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലവരുടെയൊക്കെ ജീവിതത്തിൽ അവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവരുടെ സമയം മാറുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ ഞാൻ അതിൽ കാണുന്നുണ്ട് ചിലവർക്ക്. പിന്നെ ജോബിൻ്റെ കാര്യമാണെങ്കിൽ പോലും കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ജോബിൽ കയറാൻ വേണ്ടി ഒന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട. പെട്ടെന്ന് തന്നെ ജോലിയിൽ കയറുക. കയ്യിൽ കിട്ടുന്ന ജോലി മിസ്സാക്കാണ്ടിരിക്കുക. ഏഞ്ചൽസ് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഏത് ജോബാണ് ചൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്, ആ ജോബിൽ കയറിയതിന് ശേഷം നല്ല ചേഞ്ചസ് ഉണ്ടാവും. അതിൽ തന്നെ വളരെ നല്ല
ഹൈക്ക് കിട്ടും. എബ്രോഡ് പോകാൻ നിൽക്കുന്നവർക്കാണെങ്കിൽ എബ്രോഡ് പോകാൻ വളരെ നല്ലൊരു ചാൻസ് ഉണ്ട് എന്നൊക്കെ തന്നെയാണ് ഏഞ്ചൽസ് പറയുന്നത്. ഒരു തടസ്സം കാണുന്നില്ല. ഇതിലുള്ള മുഖ്യവരും ചിലപ്പോൾ ഒരുപാട് കർമാസ് അവരുടെ സ്റ്റേജസ് ഒക്കെ കഴിഞ്ഞ് ഫേസ് ചെയ്ത് വന്ന് നിൽക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഏഞ്ചൽസ് വളരെ നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇട്ട് തരുന്നുണ്ട്. പക്ഷേ ഇട്ട് തരുന്ന പലരും അത് അവഗണിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇത് കാണുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ തന്നെ വെറുതെ അങ്ങനെ കൈകൊണ്ടൊക്കെ തട്ടി മാറ്റി കളഞ്ഞാൽ പക്ഷെ നമ്മളത് ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ഏഞ്ചൽസ് ഓരോ ക്ലൂസ് തന്നുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈന് കാണിച്ച് തരുന്നുണ്ട്. പക്ഷെ അതിൽ പലരും അത് മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ ഇതിലൂടെയാണ് ഞാൻ കയറാനുള്ളത്, അതിൽ കയറണം എന്ന് മനസ്സിലാക്കാതെ അതിനെ തട്ടി മാറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരിക്കലും തട്ടി മാറ്റിയെന്നും പറഞ്ഞിട്ട് അത് പിന്നെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ബൈ റിലേഷൻഷിപ്പിലാണെങ്കിൽ കോംപ്രമൈസ് ചെയ്യാനുള്ള കാര്യം കോംപ്രമൈസ് ചെയ്യുക. കരിയർ വൈസ് ആണെങ്കിൽ ഏത് കരിയറാണ് നിങ്ങൾക്ക് ബെറ്ററായിട്ട് ചൂസ് ചെയ്യാനുള്ളത് അതിന് ധൈര്യമായിട്ട് കയറുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. വളരെ റെഡിയായിട്ട് വളരെ കോൺഫിഡൻസോട് കൂടി തന്നെ പോവുക. നല്ല ഹാപ്പി ചേഞ്ചസ് ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി അങ്ങോട്ടുള്ള കുറച്ച് മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ചൊരു വീക്സിൻ്റെ അകത്ത് തന്നെ വളരെ നല്ലൊരു പാഷനായിട്ടുള്ള റൊമാൻസ് ആയിട്ടുള്ള കപ്പിൾസ് പുതിയതായിട്ട് ഇത് കാണുന്ന സിംഗിൾസ് ആണെങ്കിൽ അവർക്ക് നല്ല ഒരു അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പാർട്ട്ണറെ തന്നെ കിട്ടാൻ വളരെ വലിയൊരു ചാൻസ് ആണെന്നുണ്ട്. ആ ഒരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ തന്നെ വളരെ ഒരുപാട് നല്ല നല്ല ചേഞ്ചസ് ഹാപ്പിനെസ്സും കരിയർ ഗ്രോത്തും എല്ലാം ഒരാളോട് നിങ്ങൾക്ക് കിട്ടാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് എന്നാണ് ഏഞ്ചൽസ് പറയുക. അപ്പോൾ നല്ലപോലെ പ്രാർത്ഥിക്കുക, ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് സെക്കൻഡ് റീഡിങ്ങിൽ പറയുന്നത്. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.